രാഹുലെ, പുതിയ അധ്യയന വർഷം തുടങ്ങുവാനായി ഇനി വെറും 3 ആഴ്ച കൂടിയേ ബാക്കിയുള്ളൂ. കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോകാനുള്ള തിരക്കിലാണ്. മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ്. അതിനിടയിൽ UDF അധികാരത്തിൽ വരാൻ പോകുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം പുറംചട്ടയ്ക്കുള്ള കവർ ലഭിക്കാത്തതിൻ്റെ കാരണത്താൽ തന്നെ കുട്ടികൾക്കുള്ള പുസ്തകങ്ങളുടെ അച്ചടി വൈകുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ശിവൻകുട്ടിയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം പറഞ്ഞത് സ്കൂൾ അടയ്ക്കുമ്പോൾ തന്നെ അടുത്ത വർഷത്തേക്കുള്ള പുസ്തകങ്ങൾ കുട്ടികൾക്ക് കിട്ടുമെന്നാണ്. ഇനി സ്കൂൾ തുറക്കാൻ 3 ആഴ്ച ബാക്കി നിൽക്കെ ആവശ്യത്തിനുള്ള പുസ്തകങ്ങളില്ല. 20% പുസ്തകങ്ങളെ അച്ചടിച്ചിട്ടുള്ളൂ. ആ 20% പുസ്തകങ്ങൾ കൊണ്ട് ഒരു ജില്ല പോലും കവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. സത്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ കുട്ടികളെ വഞ്ചിച്ചോ എന്നല്ല, ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കറിയാം. ഇപ്പോൾ ശിവക്കുട്ടി കൃത്യമായിട്ട് പറഞ്ഞതാണ്, സ്കൂൾ പൂട്ടുന്നതിന് മുമ്പിട്ട് വിദ്യാർത്ഥികൾക്ക് പുസ്തകം കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണെങ്കിൽ പോലും അന്ന് പേപ്പറിനുള്ള ഏറ്റവും വലിയ ക്ഷാമം ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അച്ചടികൾ മുടങ്ങുന്നൊരു സമയമുണ്ടായി. അപ്പോൾ ഇതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ടാണ് UDF സ്കൂൾ തുറന്ന് ഒരു മാസക്കാലത്തിനുള്ളിൽ പുസ്തകങ്ങൾ കൊടുത്തു തീർക്കുന്നൊരു സാഹചര്യം. അതായത് സ്കൂൾ തുറന്നിട്ട് 1 മാസം കഴിയുമ്പോഴത്തേക്കാണ് പുസ്തകങ്ങളെല്ലാം കൊടുത്തു തീർത്തത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുസ്തകങ്ങൾ അച്ചടിക്കാൻ പറ്റാത്തതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. 20% പുസ്തകങ്ങൾ സ്കൂൾ അടയ്ക്കുന്ന സമയം കൊണ്ട് അടച്ച സമയത്ത് പൂർത്തീകരിച്ചു. ബാക്കി 70%-ഓളം പുസ്തകങ്ങളും അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കി പുറം ചട്ടകൾ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. ബാക്കി പുസ്തകങ്ങളും കൂടെ അച്ചടിക്കാനുമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇനി സംഭവിക്കാൻ പോകുന്നത്, LDF ഒഴിഞ്ഞുപോയി. ഇപ്പോൾ കാവൽ മുഖ്യമന്ത്രിയാണുള്ളത്. ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ ഒരു കാവൽ മുഖ്യമന്ത്രിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനി UDF ഗവർണറെ കണ്ട് UDF മുഖ്യമന്ത്രിയെ തീരുമാനിക്കണം. മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതിന് ശേഷം വേണം മന്ത്രിമാരെ തീരുമാനിക്കാൻ. അതിനുശേഷം വേണം ഗവർണറെ കണ്ട് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഇത്ര ഭൂരിപക്ഷമുണ്ട് എന്ന് കാണിച്ച് മന്ത്രിസഭ രൂപീകരിക്കാൻ. അപ്പോൾ എന്താണെങ്കിലും അതിനൊരു ചെറിയ കാലതാമസം എടുക്കും. 1 മാസ കാലഘട്ടം എടുക്കും. അപ്പോൾ ഈ 1 മാസ കാലഘട്ടത്തിന് മുമ്പോട്ട് ഇവിടുത്തെ ഇനി SFI ചെയ്യാൻ പോകുന്നത് UDF-ന് എതിരെയായിരിക്കും സമരം ചെയ്യാൻ പോകുന്നത്. UDF അധികാരത്തിൽ കയറി ഇതാ കുട്ടികൾക്ക് പുസ്തകം കൊടുക്കാൻ കഴിയുന്നില്ല. മന്ത്രി അപ്പൂപ്പൻ ചതിച്ചതാണ്, അവർക്ക് പറയാൻ പറ്റില്ലല്ലോ. അതെ, ഇനി ഒരു സമര കാലഘട്ടമായിരിക്കുമെന്നാണ് ഈ SFI-യും DYFI-യൊക്കെയും പറയുന്നത്. പക്ഷേ ഒരു സമരം പോലും നടത്താതെ, ഒരു ഹർത്താൽ സമരം നടത്തിയിട്ടുണ്ട്, ഒരു ഹർത്താൽ പോലും നടത്താതെ, ഒരു മനുഷ്യർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ അധികാരത്തിൽ, അത് 102 സീറ്റുകൾ കിട്ടിയ അധികാരത്തിൽ വന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഞാൻ കണ്ടതാണ്, UDF ഇലക്ഷൻ സമയത്ത് ശശി തരൂർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ സമരം നടത്തിയിട്ടില്ല, ഞങ്ങൾ ഒരു ഹർത്താലും നടത്തിയിട്ടില്ല, ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വന്നിട്ടില്ല, ഞങ്ങളും അധികാരത്തിൽ വരുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം, വെറുതെ സമരം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ നേർക്ക് വരരുത്. അനാവശ്യ സമരങ്ങൾ, അതായത് ഈ SFI-ക്കും DYFI-ക്കും ഉള്ളതാണ് അനാവശ്യ സമരങ്ങൾ. വെറുതെ സമരം ചെയ്യുക എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും അറിയില്ല. ഈ സമരങ്ങളെ തന്നെ നാണം കെടുത്തുന്നൊരു സ്ഥിതിയാണ് പലപ്പോഴും ഈ SFI ആണെങ്കിലും DYFI ആണെങ്കിലും ചെയ്യുന്നത്. സമരങ്ങൾ വേണം, സമരങ്ങൾ കൊണ്ടാണ് ഈ നാട്ടിൽ എല്ലാ കാര്യങ്ങളും നേടിയെടുത്തത്. ഇന്ന് നമ്മൾ പോകുന്ന ബസ്സിലെ യാത്രാ സൗജന്യം തൊട്ട്, വിദ്യാർത്ഥികളുടെ യാത്രാ സൗജന്യം തൊട്ട് നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും സമരത്തിൻ്റെ ചൂടുണ്ട്. സമരത്തിൻ്റെ ചൂടിൽ തന്നെയാണ് രക്തസാക്ഷികളുടെ എത്രയോ രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട് സമരം ചെയ്ത്. അപ്പോൾ അല്ലാതെയും ഉണ്ടായിട്ടുണ്ട്, അത് വഴിയെ പോകുന്നവനെയൊക്കെ രക്തസാക്ഷിയായ കാലഘട്ടങ്ങളുമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും സമരം ചെയ്താണ് നമ്മളെല്ലാം നേടിയെടുത്തത്. പക്ഷെ ആ കാലഘട്ടമല്ല ഈ കാലഘട്ടം. നമുക്കത് ലഭിക്കുന്നില്ലെങ്കിൽ നമുക്ക് സമരം ചെയ്യാം. പക്ഷേ സമരത്തിന് ഒരു മാന്യത വേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടാവരുത് സമരങ്ങൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ കാലങ്ങളെ പോലെയല്ല, ഇന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പുതിയ സമരമാർഗങ്ങൾ തീർക്കണം. അല്ലാതെ വഴിയെ പോകുന്നവൻ്റെ വണ്ടിയുടെ ചില്ലടിച്ച് പൊട്ടിച്ചും വണ്ടി നശിപ്പിച്ചും വണ്ടി കത്തിച്ചും അങ്ങനെയല്ല സമരങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു സർക്കാർ സ്ഥാപനത്തിലേക്ക് കയറിയ സർക്കാർ സ്ഥാപനം കത്തിച്ചുകൊണ്ട്, സർക്കാർ സ്ഥാപനം മൊത്തത്തിൽ അടിച്ച് നശിപ്പിച്ചുകൊണ്ടല്ല സമരങ്ങൾ ചെയ്യേണ്ടത്. സമരങ്ങൾ ചെയ്യാൻ ഇന്ന് പുതിയ വഴികളുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടമാണ്. പുതിയ രീതിയിൽ, പുതിയ ട്രെൻഡിൽ എത്രയോ സമരങ്ങൾ ചെയ്യാം. ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് തന്നെയല്ലേ ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അല്ലെങ്കിൽ ജനങ്ങൾക്ക് പകരം അധികാര വികേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ ചെവിയിലേക്ക്, അവരുടെ കണ്ണിലേക്ക് ഇതെത്തിക്കുക.
ഈ സമരം ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കുക. ഇതാണൊരു സമരം കൊണ്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇനിയും ഇപ്പോൾ SFI ആണെങ്കിലും DYFI ആണെങ്കിലും കഴിഞ്ഞ 10 കൊല്ലങ്ങൾക്ക് മുമ്പിട്ട് അവർ ചെയ്ത വെറുതെയുള്ള അനാവശ്യ സമരങ്ങളുണ്ടല്ലോ, അതേപോലെ സമരങ്ങളുമായിട്ട് വരികയാണെങ്കിൽ വലിയ നാണക്കേടായിരിക്കും SFIക്കും DYFIക്കും ഒക്കെ ഉണ്ടാകാൻ പോകുന്നത്. അവർ കാലഘട്ടം മാറിയത് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ അവർ സമരം ചെയ്തു കഴിഞ്ഞാൽ ആരും ചോദിക്കാനും പറയാനും വരത്തില്ല എന്നുള്ള ധൈര്യമായിരിക്കാം. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഒരു സമരം നടത്തിയിരുന്നു. ദളിത് സംഘടനകൾ നടത്തിയൊരു സമരമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ആ സമരത്തെ ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്? കേരളത്തിൻ്റെ സമര സാഹചര്യങ്ങൾ മാറി. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് UDF ഒരു സമരം പോലും നടത്തിയില്ല, ഒരു ഹർത്താൽ പോലും നടത്തിയിട്ടില്ല, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ആ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്തതുകൊണ്ടാണ് ജനങ്ങൾ ചേർത്ത് നിർത്തിയതും 102 സീറ്റുകൾ കൊടുത്തതും. ഇനിയിപ്പോൾ ഈ പുസ്തകം അച്ചടിക്കാൻ വൈകിയത് ആരുടെ കാലഘട്ടത്തിലാണ്? ആരാണ് ഈ സംവിധാനത്തിന് കീഴുള്ളത്? വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ശിവൻകുട്ടിയാണ് ഉണ്ടായിരുന്നത്. ശിവൻകുട്ടിയുടെ കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. നാളെ അത് UDFൻ്റെ കൈകളിലേക്ക് വരുമ്പോൾ UDF കയ്യിലെത്തുന്നതിന് മുമ്പട്ടേ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് വെമ്പി നിൽക്കുകയാണ് ഇവിടുത്തെ SFIയും DYFI ഒക്കെ. അവരുടെ ഓരോ വാട്സപ്പ് സ്റ്റാറ്റസുകളും അവരുടെ ഓരോ പറച്ചിലുകളും നമുക്കറിയാം. നിങ്ങളൊന്ന് അധികാരത്തിലേക്ക് വന്നാലല്ല ഞങ്ങൾക്ക് സമരം ചെയ്യാൻ പറ്റൂ. നിങ്ങൾ അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എന്തിനാണ്? സമരം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമരത്തെ പോലും ആക്ഷേപിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ സമരത്തെ പോലും നാണം കെടുത്തുന്ന രീതിയിലാവരുത് സമരങ്ങൾ ചെയ്യേണ്ടത്. സമരങ്ങൾ ചെയ്യണം, പക്ഷേ അത് ആവശ്യമുള്ളതിനായിരിക്കണം. അനാവശ്യ കാര്യങ്ങൾക്ക് സമരവുമായി വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കുമെന്നത് ഉറപ്പാണ്. വലിയ നാണക്കേടിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പം തന്നെ വലിയൊരു നാണക്കേടിലാണ് അവർ നിൽക്കുന്നത്. 35 സീറ്റ് എന്ന് പറയുന്നത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് CPM പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നും ഇനി അടുത്ത കാലഘട്ടം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ചുവപ്പ് നരച്ചാൽ കാവ്യാകുമെന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പലയിടങ്ങളിലുമുണ്ട്. ഇപ്പോൾ തന്നെ LDFൻ്റെ കോട്ടകളുടെ വോട്ടുകളാണ് ചോർന്നു പോയിട്ടുള്ളത്, LDFൻ്റെ വോട്ടുകളാണ് ചോർന്നു പോയിട്ടുള്ളത്. അങ്ങനെ ചോർന്നു പോകണമെങ്കിൽ ഏരിയ കമ്മിറ്റി തൊട്ട് ബ്രാഞ്ച് കമ്മിറ്റിയും ഇവരെല്ലാം ഒന്നിച്ചു കുത്തിയോണ്ടല്ലേ വോട്ട് കൂട്ടത്തോട് ഒഴുകിപ്പോയത്, അല്ലാതൊന്നും അല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഈ പാർട്ടി മനസ്സിലാക്കണം. സമരം ചെയ്യാനും അടിയുണ്ടാക്കാനും ഇടിയുണ്ടാക്കാനും തല്ലുണ്ടാക്കാനും പോകുന്നതിന് മുമ്പിട്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ സദുദ്ദേശം കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ സമരക്കാരും കൂടെ ശ്രമിക്കണം. UDF അധികാരത്തിൽ എത്തുന്നതിന് മുമ്പിട്ടേ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് വെമ്പ് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ കാണാൻ പോകുന്നത് എന്താണെങ്കിലും UDF അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം SFI നടത്താൻ പോകുന്ന സമരം എന്ന് പറയുന്നത്, അയ്യോ ഞങ്ങളുടെ കുട്ടികൾക്ക് പുസ്തകം കിട്ടിയിട്ടില്ലേ, ഇതാണ് UDFകാരുടെ സ്ഥിതി എന്ന് പറഞ്ഞിട്ട് ഇതായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ആക്ച്വലി രാഹുലെ, എനിക്കൊരു ഡൗട്ട് വരുന്നത്, അന്തം കമ്മികളല്ല ഇവിടുത്തെ കേരള ജനത എന്ന് പറയുന്നത്. അത് ഈ ഇലക്ഷനോട് കൂടി ബോധ്യമായിട്ടുള്ളതാണ് കേരള ജനത എന്താണെന്നുള്ളത്. ഇത്തരത്തിലൊരു സമരവുമായി DYFI മുന്നോട്ട് വരുമ്പോൾ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്കറിയാമല്ലോ ഈ ഒരു ക്രൈസിസ് എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ഈ ക്രൈസിസ് ആരാൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത്. അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ ഉണ്ട്. ആ പോസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമിറ്റുകളുടെ വില കൂടുന്നു, പൈസ കൂടുന്നു, പെർമിറ്റിൻ്റെ പൈസ കൂടുന്നു, കെട്ടിട പെർമിറ്റ് അങ്ങനെയുള്ള പെർമിറ്റുകളുടെ പൈസ കൂടുന്നു. അതുകൊണ്ട് LDFൻ്റെ മനുഷ്യച്ചങ്ങല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മനുഷ്യച്ചങ്ങല എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരക്കി ഞാൻ പോയില്ല. പക്ഷെ അങ്ങനെ പോസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സമരങ്ങൾ ഒരു പാർട്ടി അധികാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പോട്ടേ ഒരു സമര കാലഘട്ടം രൂപീകരിക്കാനാണ് CPM ആണെങ്കിൽ ഇതെല്ലാം നോക്കുന്നത്. നമ്മൾ മുന്നേ ചർച്ച ചെയ്തിട്ടുള്ളതാണല്ലോ ഇങ്ങനെ ഒരു സമരം. കാരണം അധികാരത്തിൽ, അതായത് സത്യപ്രതിജ്ഞ കഴിയുന്ന ഉച്ച കഴിഞ്ഞ് തൊട്ട് സമരം നടക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് മുദ്രാവാക്യം വിളിക്കാൻ കുട്ടി നേതാക്കൾ മറന്നുപോയിരിക്കുന്നു. DYFI മുദ്രാവാക്യം വിളി മറന്നു, ഈ പറയുന്ന DYFIയും അതുപോലെ തന്നെ SFIയും മറന്നു. SFI ഒക്കെ മുദ്രാവാക്യം വിളിച്ച കാലം മറന്നു. കാരണം സ്വന്തം സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കാൻ പറ്റില്ലല്ലോ. സ്വന്തം സർക്കാരിനെതിരെയും മുദ്രാവാക്യം വിളിക്കണം. ഇവിടുത്തെ എനിക്ക് കൃത്യമായിട്ട് അറിയാം, ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും KSU ആണെങ്കിലും സ്വന്തം പാർട്ടിക്കെതിരെ സമരം ചെയ്ത് നടന്നു വന്നിട്ടുള്ള സംഘടനകളാണ്. അത് നമ്മുടെ പാർട്ടി അല്ലെങ്കിൽ ഈ UDF മോശമായിട്ടാണ് പോകുന്നതെങ്കിൽ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്യണമെന്നേ, ഇവിടുത്തെ KSUക്കാർ സമരം ചെയ്യണം. അത് സ്വന്തം പാർട്ടിയെ തിരുത്തി പോകേണ്ടത് ആ പാർട്ടിയിലുള്ള ആളുകളുടെ ഉത്തരവാദിത്തമാണ്.
അത് ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്തൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് അടി ചെണ്ടയ്ക്കും പണം മാരാർക്കും എന്ന് പറയുന്നത് പോലെ അടികൊള്ളുന്നത് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും അതിൻ്റെ പരിണത ഫലങ്ങൾ പറ്റാൻ പോകുന്നത് കോൺഗ്രസ്സുകാരും എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഒരു പാർട്ടിയെ തിരുത്തേണ്ടത് ആ പാർട്ടിയിലുള്ള ആളുകളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. അപ്പം UDFനെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളാണ് ജനങ്ങൾക്കുള്ളത്. ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായതുകൊണ്ടാണ് 102 സീറ്റ് കൊടുത്ത് ജനങ്ങൾ അധികാരത്തിലെത്തിയത്. അത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് UDFൻ്റെ ഉത്തരവാദിത്തമാണ്.